ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അടിപൊളി ഞങ്ങളുടെ സ്റ്റൈലിലുണ്ടാക്കിയ ഒരു പൂവട വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മക്കൾസിന് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പനിയൊക്കെ മാറിയിട്ട് മക്കൾസിന് കുറേ ദിവസമായി പൂവട ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നു കേട്ടോ. ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, വീഡിയോ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെമ്പട്ടി അറിയിട്ടാം. അതിൽ കുറച്ച് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഗ്യാസിൽ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം 2 ഗ്ലാസ് പത്തിരി പൊടി എടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ പൊടി നന്നായിട്ട് വാട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ സൗത്തൂസാണ് ഇത് ഇളക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മക്കൾസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബ് മാമൻ നമുക്ക് പണി തരുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അവർ ചിലതൊക്കെ സിമ്പിളാണെന്നാണ്. അപ്പോൾ കുറച്ച് ഇതാക്കിയപ്പോൾ തന്നെ കൈ വേദനിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് മാറ്റിയിട്ടോ. പിന്നെ ഒരാൾ ഇതാ തേങ്ങ ചിരകി തരുന്നുണ്ട്, നമ്മളെ കൊച്ചൂസാണ്. അപ്പോൾ ഓരോരുത്തർ തേങ്ങ ചിരകി തരലും പിന്നെ ശർക്കര പൊടിച്ചെടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള പണികളെല്ലാം അവർ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ. അപ്പോൾ ഒരു 3-4 ശർക്കര എടുത്തിട്ട് നന്നായിട്ട് ചെറിയതാക്കിയിട്ട് കുനുകുനാന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ കേട്ടോ. അപ്പോൾ തേങ്ങയും ശർക്കരയും പിന്നെ പൊടിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് പൊടി ചൂടാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാമ്പി എടുത്തിട്ടുണ്ട്. പത്തിരിക്ക് പൊടി വാട്ടിയ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ പത്തിരി പ്രസ്സുമ്മേ നമ്മൾ പത്തിരിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി എടുത്ത് വെക്കുക. നമ്മുടെ കൊച്ചൂസാണ് പരത്തുന്ന ആൾ. അങ്ങനെ ഇതാ ഒരാൾ. അപ്പോൾ കൊച്ചൂസ് ഇവിടെ പത്തിരി പ്രസ്സുമ്മേ ഓരോന്ന് പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂവട അച്ചിൻ്റെ അതിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് അപ്പോൾ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ തേങ്ങയും ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കൊച്ചൂസ് കാണിച്ച് തരികയാണ് കേട്ടോ. പത്തിരി പ്രസ്സിൽ ഇങ്ങനെ നമ്മുടെ പത്തിരി പ്രസ്സല്ല, നമ്മുടെ പൂവടയുടെ പ്രസ്സിൽ ഇങ്ങനെ എടുത്ത് കൊടുത്തതിന് ശേഷം തേങ്ങയും ശർക്കര ഒക്കെ ഇട്ട് കൊടുത്താൽ ഈ ഒരു അച്ചിൻ്റെ ഒരു ആകൃതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ആണ്. ചിലരിങ്ങനെ മടക്കി ഉണ്ടാക്കും, ഞങ്ങളിങ്ങനെ ഇട്ടോ ചെയ്യാറ്. അപ്പോൾ കൊച്ചൂസ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ എടുത്തതിന് ചീത്താണ്. അപ്പോൾ അവൾ പോയിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വോയിസ് എടുക്കുന്ന ടൈമിൽ അവർ ഇന്ന് ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കണ്ടിട്ട്. അപ്പോൾ സ്വത്തൂസിനൊക്കെ പനിയായിട്ട് തീരെ വയ്യായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ പൂവടക്ക് വേണ്ടിയിട്ട് ഇതിൽ ഇങ്ങനെയെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വട്ടം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ തേങ്ങയും ശർക്കരയും അതൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സിമ്പിളാട്ടോ. ഈ ഒരു അച്ചിൽ ചെയ്യുമ്പോൾ നല്ല ഡിസൈനായിട്ട് ഞങ്ങൾക്ക് അത് കിട്ടുവേ. ഇപ്പോൾ കൊച്ചൂസും സ്വത്തൂസും ഇതുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തല്ല് കൂടിയായിരുന്നു കേട്ടോ. എന്തുണ്ടാക്കണമെങ്കിൽ ഇവിടെ ഭയങ്കര അടിപിടിയായിരിക്കും. ഞാൻ ഉണ്ടാക്കാം മറ്റേ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആരും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ തന്നെ ഒറ്റയ്ക്കൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. എങ്കിലും മക്കൾസിന് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ അവരെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു സപ്പോർട്ട്. പിന്നെ ഈ ഫോണിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന നേരം നമ്മളെ കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭാവിയിൽ ഇതൊക്കെ പഠിച്ചെടുക്കാമല്ലോ. ഇനിയുള്ള കാലത്ത് ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാവോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. ഒക്കെ ബർഗറും പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതുതായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങി വരികയല്ലേ. അപ്പോൾ ഇവർക്കും സാൻഡ്വിച്ചും ബർഗറൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഇതും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നാടൻ നല്ല ഭക്ഷണങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൂവട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു പൂവട വെച്ച ഈ തട്ടുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് നമ്മുടെ പൂവട ഇങ്ങനെ പൊരിച്ചെടുക്കാനും പറ്റും, അല്ലെങ്കിൽ ആവിയിൽ ഇങ്ങനെ വേവിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആവിയിൽ കുറച്ച് നേരം ഞാൻ വെച്ചിട്ട് പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ വന്ന് നോക്കിയത്. അപ്പോൾ സംഭവം ഒന്ന് വേവ് എന്തായിട്ടുണ്ടായിരുന്നു, കുറച്ചൊന്ന് വെന്താൽ മതിയായിരുന്നു. ആവിയിൽ വേവിച്ച പൊടികളൊക്കെ ആയിരുന്നല്ലോ, പിന്നെ ശർക്കരയല്ലേ അപ്പോൾ ഒന്ന് അലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും
അപ്പം നമ്മുടെ പൂവടൊക്കെ ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിതാ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ചൂടൊക്കെ അറിയതിന് ശേഷം എടുത്തു. പിന്നെ ഇത് ഇങ്ങനെ പൊടിയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആവിയിൽ വേവിച്ചൊക്കെ അത് കൊണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചായക്ക് ഇത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ കുടിച്ചിട്ട് ചായ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാറ്. അപ്പോൾ കൊച്ചൂസ് നിസ്കാരമൊക്കെയാണ്. സ്വത്തൂസ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ മാറി നിന്നിട്ടോ. അപ്പോൾ കൊച്ചൂസിൻ്റെ നിസ്കാരം ചെയ്യലും പിന്നെ അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ എല്ലാ മുത്തുണികൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇടാൻ കുറച്ച് മടിയായിട്ടുണ്ട്. മക്കൾസിൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ടൈമിൽ പറ്റുന്നില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് വെച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഇടാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ വോയിസ് കൊടുക്കാനും എല്ലാത്തിനും മടിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ നല്ല കട്ടൻ ചായയും നല്ല പൂവടയും കൂടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. നല്ലത് നോക്കിയിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ശർക്കരയും പിന്നെ നമ്മുടെ തേങ്ങയും നമ്മുടെ പൊടിയും കൂടിയായാലും അടിപൊളി ടേസ്റ്റാണ്. മക്കൾസിനും ഇഷ്ടമായി, നമുക്കും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പാത്രം കാലിയാക്കിയിട്ടോ. നല്ലതൊക്കെ നോക്കിയിട്ട് ആദ്യം എടുത്തു വെച്ചതാണ്. പിന്നത്തൊക്കെ ഞങ്ങൾ അപ്പോൾ തന്നെ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊച്ചു വിശേഷങ്ങളും കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ രമ്യ ചേച്ചിക്കും നമ്മുടെ പഴയ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും പോയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ്. മക്കൾസിൻ്റെ പഠിപ്പ് ഈ ഒരു ഫോണിൽ എല്ലാത്തിലും ആയ കാരണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ.